ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാത്തരം കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു. ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി. അപകടങ്ങൾ തുടർക്കഥയാകുമ്പോൾ ചേലക്കരയിൽ ഫയർ സ്റ്റേഷൻ സ്ഥാപിക്കണമെന്ന ആവശ്യം വീണ്ടും ശക്തമാകുന്നു. അടിയന്തര ഘട്ടങ്ങളിൽ കിലോമീറ്ററുകൾ താണ്ടി വടക്കാഞ്ചേരി, ആലത്തൂർ എന്നിവിടങ്ങളിൽ നിന്നും എത്തിയാണ് അഗ്നിരക്ഷാസേന രക്ഷാപ്രവർത്തനം നടത്തുന്നത്. അപകടങ്ങളും തീപിടുത്തങ്ങളും മുങ്ങിമരണങ്ങളും തുടർക്കഥയാകുമ്പോൾ അടിയന്തര രക്ഷാപ്രവർത്തനത്തിന് ചേലക്കരയിൽ ഫയർ സ്റ്റേഷൻ വേണമെന്ന ആവശ്യം വീണ്ടും ശക്തമാകുന്നു. വേണം, കാരണം ഈ പരിസരത്ത് എവിടെയില്ല. ഒന്ന് ഒറ്റപ്പാലം അല്ലെങ്കിൽ വടക്കാഞ്ചേരി ഭാഗങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഭാഗത്തുണ്ടാകുന്നത് നല്ലതാണ്. അടിയന്തര സാഹചര്യങ്ങൾ കിലോമീറ്ററുകൾ താണ്ടി വടക്കാഞ്ചേരിയിൽ നിന്നോ ആലത്തൂരിൽ നിന്നോ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എത്തി രക്ഷാപ്രവർത്തനം നടത്തേണ്ട അവസ്ഥയാണ്. ഇതിനായി മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടി വരുന്നത് രക്ഷാപ്രവർത്തനത്തിന് പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ഈ ഒറ്റപ്പാലം, തിരുവില്ലാമല, ലക്കിടി കൂട്ടുപാത, പഴയന്നൂർ, ചേലക്കര, വടക്കാഞ്ചേരി വരെ ഒരു ഫയർഫോഴ്സ് ഇല്ലാത്തത് കാരണം കൊണ്ട് ആക്സിഡൻറ്റുകളും മരം വീഴലും പല സംഭവങ്ങൾ നടക്കുമ്പോൾ മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്തിട്ടാണ് ഈ ഫയർഫോഴ്സിൻ്റെ വണ്ടി ആളുകളും എത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ മേഖലയിൽ മലയോര പ്രദേശങ്ങളിലാണ്, അതുകൊണ്ട് ഫയർഫോഴ്സിൻ്റെ സഹായം അത്യാവശ്യമായതുകൊണ്ട് ചേലക്കരയുടെ മലയോര മേഖലയിലേക്ക് കൂടി വേഗത്തിൽ എത്തിപ്പെടാനാണ് ഫയർഫോഴ്സ് യൂണിറ്റ് ചേലക്കരയിൽ വേണമെന്ന ആവശ്യമുയരുന്നത്. കഴിഞ്ഞ മഴക്കാലത്തെ വെള്ളപ്പൊക്കത്തിൽ ചേലക്കരയും സമീപ പ്രദേശങ്ങളുമെല്ലാം വെള്ളം കയറിയപ്പോൾ പ്രദേശവാസികളാണ് അവിടെയെല്ലാം രക്ഷാപ്രവർത്തകരായി എത്തിയത്. കൂടാതെ വേനലിലെ വനമേഖലയിലെ കാട്ടുതീ പ്രതിരോധിക്കുന്നതിനും ഫയർ സ്റ്റേഷന്റെ അഭാവം വെല്ലുവിളിയാകുന്നുണ്ട്. ചേലക്കര പഴയന്നൂർ ടൗണിലെ ഗതാഗതക്കുരുക്കും താണ്ടി വേണം ഫയർഫോഴ്സിന് മേഖലയിലേക്ക് എത്തിപ്പെടാൻ. ഇവയെല്ലാം കണക്കിലെടുത്ത് ചേലക്കരയിൽ ഫയർ സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിന് MLA-യും MP-യും ഉൾപ്പെടെയുള്ളവർ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇവിടെ ഫയർഫോഴ്സ് ഇല്ല. ഇവിടെ മറ്റുള്ള എന്തെങ്കിലും തീപിടുത്തമോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ലെങ്കിൽ വടക്കാഞ്ചേരി അല്ലെങ്കിൽ ഷൊർണൂർ ആ ഭാഗത്തും കൊണ്ട് വരണം. ഇവിടെ പല നാശനഷ്ടം ഉണ്ടാവാറുണ്ട്. പക്ഷേ വിളിച്ച ടൈമിലൊന്നും വരില്ല, അവർ കിട്ടില്ല സമയത്ത്. അപ്പോൾ ഇവിടെ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. അതിന് ഇവിടെ ചേലക്കര മണ്ഡലത്തിൽ എവിടെയെങ്കിലും ചേലക്കര പഴയുന്നവർ എവിടെയെങ്കിലും ഒരു സ്റ്റേഷൻ വന്നു കിട്ടിയാൽ ഇവിടെയുള്ള ജനങ്ങൾക്കും ഇവിടെയുള്ള വ്യാപാരികൾക്കും എല്ലാവർക്കും വളരെ ഉപകാരമായ ഒരു കാര്യമായിരുന്നു. VCV ന്യൂസ്, ചേലക്കര. You are watching VCV News.